പറയൂ. രണ്ട് കരങ്ങൾ ഉയർത്തി പറയൂ. നല്ല ശബ്ദത്തിൽ പറയൂ. ഒരു നല്ല കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിച്ചാലേ, ഈ ദൈവത്തെ വിളിച്ചാലേ, ഈ ദൈവത്തോട് ചേർന്ന് നിന്നാലേ എനിക്കെപ്പോഴും അത് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ഞാൻ ഈ ദൈവത്തോട് എൻ്റെ മനസ്സിനെ ചേർത്ത് വെച്ചാൽ മനുഷ്യ വ്യക്തികളിൽ നിന്നും കുറഞ്ഞു പോകുന്ന സ്നേഹം മുഴുവൻ ആ ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഇങ്ങനെ ഒരു ദൈവമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം, എന്നെ പരിഗണിക്കുന്ന ദൈവം, എന്നെ അംഗീകരിക്കുന്ന ദൈവം, എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാലേ ആ ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും ഈ സ്നേഹത്തിൻ്റെ അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് യുക്തിവാദികളുടെ ഒരു യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം പ്രസംഗിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ അറിയിച്ചു. ആ ദിവസമായി തേക്കിൻകാട് മൈതാനത്ത് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികൾ മാത്രമല്ല, വിശ്വസിക്കുന്നവരുമുണ്ട്, ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോകുന്നവരുണ്ട്. ഇവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ തേക്കിൻകാട് മൈതാനത്ത് ജനം ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ പ്രസംഗിക്കാനായിട്ട് വന്ന ഓരോ വ്യക്തികളും പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. അവരുടെ പ്രസംഗത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആശയം ദൈവം ഇല്ല എന്നുള്ളതാണ്. ഈ ദൈവം ഇല്ല എന്ന അവരുടെ ആശയത്തെ അവരിങ്ങനെ അവർക്കറിയാവുന്ന വിധത്തിൽ ശക്തിയുക്തം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് അവസാനത്തെ പ്രസംഗൻ ആ മൈക്കിലൂടെ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയ വെല്ലുവിളി, ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ദൈവം ഉണ്ട് എങ്കിൽ അത് തെളിയിക്കാമോ? ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാമോ? ഇയാളിങ്ങനെ ആവർത്തിച്ച് ഇത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട സഹോദരൻ, അറിവുള്ളൊരു സഹോദരൻ, നല്ല ദൈവാനുഭവമുള്ള സഹോദരൻ, ആ സഹോദരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തതിന് ശേഷം ആ ജോലിക്ക് കിട്ടിയ കൂലിയും വാങ്ങി ആ പണം കൊണ്ട് വീട്ടിൽ ആവശ്യമായിട്ടുള്ള അരി വാങ്ങിച്ച് ആ അരി ഒരു സഞ്ചിയിലാക്കി വീട്ടിലെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചന്തയിൽ നിന്ന് ഒരു പൊതി ഓറഞ്ചും കൂടെ വാങ്ങിച്ച് ആ സഞ്ചിയിലെ അരിയുടെ മുകളിൽ ആ ഓറഞ്ച് പൊതിയും വെച്ചിട്ട് തേക്കിൻകാട് മൈതാനത്തിൻ്റെ പുറകിലൂടെ വഴിയിലൂടെ അയാൾ അങ്ങനെ നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ സ്റ്റേജിൽ നിന്നുള്ള ഈ വെല്ലുവിളി കേട്ടത്. ഇയാൾ ആ പുറകിലൂടെ വഴിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പാവപ്പെട്ട അറിവുള്ള വിശ്വാസിയായ ദൈവാനുഭവമുള്ള ആ സഹോദരന് ഈ വെല്ലുവിളി ഈ സ്റ്റേജിൽ നിന്ന് കേട്ടപ്പം അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നറിയോ? അയാൾ ആ തലയിലുണ്ടായിരുന്ന അരിസഞ്ചി പുറയിലുണ്ടായിരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ആ അരിസഞ്ചിയുടെ മുകളിലുള്ള ആ ഓറഞ്ച് പൊതി എടുത്ത് കൈ പിടിച്ചിട്ട് ഈ ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ നടുവിലൂടെയുള്ള വഴിയിൽ, ആ നടുവിലൂടെയുള്ള വഴിയിലൂടെ മുമ്പോട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ചോദിച്ച ആ വ്യക്തി ഇയാളുടെ കയ്യിലേക്ക് ആ മൈക്ക് കൊടുത്തിട്ട് അയാൾ പുറകോട്ട് മാറി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? കിട്ടിയ മൈക്ക് പ്രസംഗപീഠത്തിൽ വെച്ചു, കൊണ്ടുവന്ന ഓറഞ്ച് പൊതിയും പ്രസംഗപീഠത്തിൽ വെച്ചു. എന്നിട്ട് അവിടെ എല്ലാം മുമ്പാകെ വെച്ചിട്ട് ആ ഓറഞ്ച് പൊതി അഴിച്ചിട്ട് ആ ഓറഞ്ച് പൊതിയിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്തിട്ട് അവിടെ എല്ലാം മുമ്പാകെ ആ ഓറഞ്ച് അയാൾ പൊടിക്കാൻ തുടങ്ങി. അയാൾ ഓറഞ്ച് പൊടിച്ച ശേഷം ഓരോ ഓറഞ്ചിൻ്റെ ഓരോ അല്ലിയും അയാൾ തിന്നാൻ തുടങ്ങി. ജനം അക്ഷമരായി ഇങ്ങനെ നോക്കിക്കുക. ഇയാൾ എന്താ ചെയ്യാൻ പോണേ? അയാൾ പൊളിച്ച ഓറഞ്ചിൻ്റെ അവസാനത്തെ അല്ലിയും അയാൾ തിന്നു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോട് അയാൾ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ തിന്ന ഓറഞ്ചിൻ്റെ രുചി എന്താണെന്ന്, ഞാനിപ്പോൾ തിന്ന ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ കയ്പാണോ എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചേട്ടാ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരിൽ പലരും അസ്വസ്ഥപ്പെട്ട് ചോദിക്കുകയാണ് ഉള്ളിൽ, അയാൾ കൊണ്ടുവന്ന ഓറഞ്ച് നമ്മുടെ എല്ലാം മുമ്പാകെ വെച്ച് അയാൾ പൊളിച്ച് തിന്നിട്ട് ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് അയാൾ തിന്ന ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ കയ്പാണോ ഇത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ആ മൈക്കെടുത്തിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു,
ഞാനിപ്പോൾ തിന്ന ഓറഞ്ചിൻ്റെ രുചി എന്താണെന്ന്, ഞാനിപ്പോൾ തിന്ന ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ കയ്പാണോ എന്ന് നിങ്ങൾക്കാർക്കും പറയാനായിട്ട് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളാരും ഞാൻ തിന്ന ഓറഞ്ചിൻ്റെ രുചി അനുഭവിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് ഇവിടുന്ന് ചോദിച്ചില്ലേ, ദൈവം ഉണ്ട് എങ്കിൽ തെളിയിക്കാമോ എന്ന്? ദൈവത്തിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. അയാൾ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ദൈവം ഉണ്ട് എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ്. ഈ ജീവിത അനുഭവത്തെ ഓരോ ദിവസവും ഞാൻ സ്വന്തമാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമുണ്ട് എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ്. ഈ ജീവിത അനുഭവത്തെ അനുദിനം ഞാൻ സ്വന്തമാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുദിനം ഞാൻ അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സ് നിറയാല. മനുഷ്യ വ്യക്തികൾ എനിക്ക് തരുന്ന സ്നേഹത്തിന് പരിമിതിയുണ്ട്, ഏറ്റക്കുറച്ചിലുമുണ്ട്. എന്നാൽ പരിമിതിയുള്ള ഏറ്റക്കുറച്ചിലുള്ള മനുഷ്യ വ്യക്തികളുടെ സ്നേഹത്തിൽ എനിക്ക് നിറവ് അനുഭവിക്കണമെങ്കിൽ ആ നിറവ് തരാൻ ദൈവത്തിനെ സാധിക്കൂ. ആ ദൈവം എനിക്ക് തരണമെങ്കിൽ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചാൽ അത് എനിക്ക് അനുഭവമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാം വചനം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാം തിരുവചനം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും, അറിവിനെ, ബുദ്ധിയെ, ചിന്തയെ, അതിനെ അതിശയിക്കുന്ന, അതിനതീതമായിട്ടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ പൂരിതരാകുവാനും ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 35, 37, 39 വചനം. റോമാലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം. ഇങ്ങനെ അറിഞ്ഞ് അനുഭവിച്ച് സ്വന്തമാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അടുത്തത്, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു, എന്നെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നു, എനിക്ക് സൗഖ്യവും സന്തോഷം തരുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ആ തരം തുറന്ന് വിളിക്കുക, എല്ലാവരും വിളിക്കുക, ഈശോയേ, എല്ലാവരും വിളിച്ചോ, ഈശോയേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. നന്നായിട്ടൊന്ന് കൈയടിച്ച് സ്നേഹമുള്ളവര്, അപ്പോൾ ഞാനും നിങ്ങളും ഈ ദൈവത്തിൽ വിശ്വസിച്ച് വിളിച്ചാലേ ആ ദൈവം എനിക്ക് തരുന്ന സ്നേഹം കൊണ്ട് നിറയാൻ പറ്റുള്ളൂ. ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞാലേ എൻ്റെ അനുദിന ജീവിതം സന്തോഷപ്രദമായി തീരുവുള്ളൂ. ഒരു മനുഷ്യ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ നിറവ് എൻ്റെ മനസ്സിനെ നിറയ്ക്കല എന്ന തിരിച്ചറിവാണ് എനിക്ക് എൻ്റെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും, ശ്രദ്ധിക്കും, പരിഗണിക്കും എന്ന് വിചാരിക്കുന്ന ഏത് വ്യക്തിയായാലും ആ വ്യക്തിയുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്നാൽ ആ ഏറ്റക്കുറച്ചിലുകളെല്ലാം നിറവാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആ ദൈവം? ആ ദൈവം കാണപ്പെടുന്ന എന്നിലെ കാണാത്തതാണ് ആ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എന്നിൽ ഈ എന്നെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, ശരിയല്ലേ? ആണോ അല്ലയോ? നിങ്ങൾക്ക് എന്നെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കണ്ണു മുമ്പിൽ ഞാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ നിഷേധിക്കാൻ പറ്റിയല്ല. അതിനാൽ
ഈ കാണപ്പെടുന്ന എന്നിൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എന്നിൽ കാണപ്പെടാത്ത 2 സത്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നതാണ് ദൈവം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ഏതാണ് ഒന്നാമത്തെ കാര്യം? ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജന്മം നൽകിയ ഒരു അപ്പനും അമ്മയും ഉണ്ട് എന്നത് സത്യമാണ്. ആണോ അല്ലയോ? അതെ. ആണോ അല്ലയോ? ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എന്നിൽ കാണപ്പെടാത്ത ഒന്നാമത്തെ സത്യം, എനിക്ക് അപ്പനും അമ്മയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടായില്ല. ഉണ്ടാവോ? ദൈവം എന്തോരം വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. ദൈവം വിചാരിച്ച് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ എനിക്കൊരു അപ്പനും അമ്മയും, ഒരു സ്ത്രീയും പുരുഷനും, ഒരു ഭാര്യയും ഭർത്താവും ആവശ്യമാണ്. അപ്പോൾ എന്താണോ ഈ കാണപ്പെടുന്ന എന്നിലെ കാണപ്പെടാത്ത ഒന്നാമത്തെ സത്യം, എൻ്റെ അപ്പനും അമ്മയും എന്നിലുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എൻ്റെ ബ്ലഡിലെ DNA-യും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും DNA-യും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ സത്യം ഓക്കെ അല്ലേ? ആണോ? പ്രൈസലോ. ഇനി രണ്ടാമത്തെ കാര്യം, എൻ്റെ അപ്പനും അമ്മയും എന്തോരം തപസ്സിരുന്ന്, എവിടെയെല്ലാം നേർച്ച നേർന്ന്, എവിടെയെല്ലാം ധ്യാനം കൂടിയാലും എന്നെ കിട്ടുമോ? കിട്ടിയല്ല. എന്താണെന്നറിയോ? കിട്ടുമായിരുന്നു എങ്കിൽ ഈ ലോകത്ത് വിവാഹിതരായിട്ടും എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കളെ കിട്ടേണ്ടതല്ലേ? ആണോ അല്ലയോ? പറയ്. എന്നിട്ട് കിട്ടുന്നുണ്ടോ? അപ്പോൾ കിട്ടാത്തതിന് കാരണം എന്താണ്? അവരാഗ്രഹിക്കാത്തതുകൊണ്ടാണോ? മനുഷ്യർക്ക് ചെയ്യാൻ ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ ദൈവം കൊടുത്താലേ ഒരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 22-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, സങ്കീർത്തനം 22:10, 2-ാം വചനം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് ഞാൻ പിറന്നു വീണത്. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് പിറന്നു വീണതെന്ന്. അപ്പൊ ദൈവത്തിന്റെ കയ്യിലേക്കാണ് ഞാൻ പിറന്നു വീണത്, ലോകത്തിലേക്കല്ല, ദൈവത്തിന്റെ കയ്യിലേക്കാണ്. എന്തിനു വേണ്ടി? ആ ദൈവം അവിടുത്തെ കരങ്ങളിൽ പിറന്നു വീണ എനിക്ക് സ്നേഹം തരാൻ വേണ്ടിയിട്ട്. വീണ്ടും 71-ാം സങ്കീർത്തനം 6-ാം വചനം, സങ്കീർത്തനം 71:6. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് കർത്താവിൻ്റെ കരങ്ങളാണ് എന്നെ, മാതാവിന്റെ ഉദരത്തിൽ നിന്ന് കർത്താവാണ് എന്നെ എടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കർത്താവിന്റെ കരങ്ങളാണ് എന്നെ എടുത്തത്. ആ എടുത്തപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തിയാണ്, ഈ കാണപ്പെടുന്ന എന്നിൽ കാണപ്പെടാത്ത ദൈവമുണ്ട്. ഈ ദൈവം ഉള്ളത് കൊണ്ടാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ കിട്ടിയത്. അപ്പോൾ ഈ കാണപ്പെടുന്ന എന്നിലെ കാണപ്പെടാത്ത രണ്ടാമത്തെ സത്യമാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ കൊടുത്ത ദൈവം എന്നിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഗുരു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഉടനെ ഇങ്ങനെ ചോദിച്ച സ്വാമി വിവേകാനന്ദനോട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, കുഞ്ഞേ, നിന്റെ കണ്ണുകളിൽ ഞാൻ ദൈവത്തെ കാണുന്നു. കുഞ്ഞേ, നിന്റെ കണ്ണുകളിൽ ഞാൻ ദൈവത്തെ കാണുന്നു. എന്തെന്നാൽ നിന്നിൽ ദൈവമുണ്ട്. കാണപ്പെടുന്ന എന്നിലെ കാണപ്പെടാത്ത സത്യമാണ് ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ആ ദൈവം എനിക്ക് ഓരോ ദിവസവും തരുന്ന ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഞാൻ നിറയുള്ളൂ. ആ സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞാലേ എന്റെ ജീവിതം ആനന്ദിക്കാൻ പറ്റുള്ളൂ. ആ ദൈവത്തിന്റെ സ്നേഹം നീ അനുഭവിച്ചില്ലെങ്കിൽ സഹോദര സഹോദരി, ആ കുറവിനെ അന്വേഷിച്ച് ലോകത്തിലെ പല വ്യക്തികളുടെ അടുക്കലേക്ക് നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്കൊരിക്കലും എന്തോരം തന്നാലും നിന്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. ഷോയെ, ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഷോയെ, ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച നല്ല ശബ്ദത്തിൽ എല്ലാവരും വിളിച്ചോ, ഈശോയെ. ഓരോ മകനിലേക്ക് മകളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം നനവായ അനുഗ്രഹമായ ആനന്ദമായി സന്തോഷമായി ഒഴുകട്ടെ, നിറയട്ടെ, പ്രവർത്തിക്കട്ടെ. എല്ലാവരും വിളിച്ചോ, ഈശോയെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഒന്നുകൂടെ നന്നായിട്ട് കൈയടിച്ച്
പ്രൈസ് ദി ലോർഡ്. ഇനി നോട്ട് ബുക്കിൽ എഴുതി വെക്ക്, എന്താണ് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത? ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ആരെല്ലാം മറന്നാലും മറക്കാത്തതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. നിന്റെ അപ്പൻ നിനക്ക് സ്നേഹം തരാൻ മറക്കും, അംഗീകാരം തരാൻ മറക്കും, പ്രോത്സാഹനം തരാൻ മറക്കും, അഭിനന്ദനം തരാൻ മറക്കും, നല്ല വാക്ക് പറയാൻ മറക്കും. എന്നാൽ അപ്പൻ മറന്നാലും അമ്മ മറന്നാലും ഈ ലോകത്തിൽ ഒരു മനുഷ്യ വ്യക്തി മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ആരെല്ലാം മറന്നാലും മറക്കാത്തതാണ് ദൈവസ്നേഹം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഉറപ്പു തരുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 49 അധ്യായം 15 വചനത്തിന്റെ 2 ഭാഗം പറയുന്നു, അവൾ മറന്നാലും ഞാൻ മറക്കില്ല. അവൾ എന്നുള്ളത് ഈ ലോകത്തിലെ സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധിയാണ്. സാധാരണഗതിയിൽ ഈ ലോകത്തിലെ സ്നേഹത്തിൽ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ഏറ്റവും സ്വാർത്ഥത കുറഞ്ഞ സ്നേഹം. മറ്റെല്ലാ സ്നേഹത്തിലും സ്വാർത്ഥത കൂടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സ്നേഹത്തിൽ, മനുഷ്യ വ്യക്തികളുടെ സ്നേഹത്തിന് സ്വാർത്ഥതയുണ്ട്. ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ എന്തിങ്ങോട്ട് കിട്ടും, എന്നെ കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ, ഇതാണ് സ്വാർത്ഥതയുണ്ട്. ഇങ്ങനെയുള്ളതിൽ ഒരു കുഞ്ഞിനോട് അമ്മ കാണിക്കുന്നത് ഈ കുഞ്ഞ് എന്തെങ്കിലും തിരിച്ചറിഞ്ഞ് വിചാരിച്ചല്ല. അപ്പോൾ മനുഷ്യ സ്നേഹത്തിൽ ഏറ്റവും സ്വാർത്ഥത കുറഞ്ഞ സ്നേഹം അമ്മയ്ക്ക് കുഞ്ഞിനുള്ള സ്നേഹം. എന്നാൽ ഇന്ന് അത് സ്വാർത്ഥതയുടെ അളവ് കൂടിക്കൂടി വരിക. നമുക്കറിയാം, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നുകളയുന്നു, കുപ്പത്തട്ടിയിലെറിഞ്ഞ് കൊന്നുകളയുന്നു, പല രീതിയിൽ ദ്രോഹിക്കുന്നു, പല രീതിയിൽ നശിപ്പിക്കുന്നു. ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ കുഞ്ഞിനെ നശിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം കൂടുതലാണോ കുറവാണോ? അപ്പോൾ ദൈവം മുൻകൂട്ടി പറഞ്ഞു തരികയാണ്, ഇങ്ങനെയുള്ള അമ്മമാരുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത ഏറ്റവും കുറവുള്ള സ്നേഹം അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള സ്നേഹത്തിൽ പോലും ഇപ്പോൾ സ്വാർത്ഥത കൂടിക്കൂടി വരികയാണ്. എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയാണ്, അങ്ങനെ അവൾ മറന്നാലും അവൻ മറന്നാലും മനുഷ്യ വ്യക്തികൾ തന്നു കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതാണ് ദൈവസ്നേഹം. അതായത് നിനക്ക് അപ്പനിൽ നിന്ന് 75 കിട്ടി, 25 തരാൻ ഞാൻ മറക്കില്ല. നിനക്ക് അമ്മയിൽ നിന്ന് 60 കിട്ടി, 40 തരാൻ ഞാൻ മറക്കില്ല. നിനക്ക് അപ്പനിൽ നിന്ന് വെറും 0 ഞാൻ 100 തരാൻ മറക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിന്റെ ഉള്ളിൽ ബോധ്യപ്പെട്ടാലേ നിനക്ക് ഒരിക്കലും മറക്കാത്ത ദൈവസ്നേഹം കൊണ്ട് നിറയാൻ പറ്റുള്ളൂ. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തെ തന്നെ എടുത്തിട്ട് കർത്താവ് അത് ബോധ്യപ്പെടുത്തിയാണ്. ആ ബോധ്യപ്പെടുത്തിയാണ് 16-ാമത്തെ വചനം യെശയ്യാ 49:16 പറയും, നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ സ്വീകരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്താണ് ദൈവം അങ്ങനെ പറയാൻ കാരണം? അതായത് മനുഷ്യ വ്യക്തികളായ നമ്മിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ഈ വലത് കയ്യിലെ ഉള്ളം കൈ എടുത്ത്, ഏറ്റവും കൂടുതൽ എൻ്റെ മുഖത്തോടടുപ്പിക്കാവുന്നത് എൻ്റെ ഉള്ളം കൈയാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റേത് ശരീര അവയവത്തെക്കാളും ഏറ്റവും കൂടുതൽ എൻ്റെ മുഖത്തോടടുപ്പിക്കാവുന്നത് ഏതാണ്? ഉള്ളം കൈയാണ്. അപ്പം എന്തുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നതിൻ്റെ അർത്ഥം, നിന്നെ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, നിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും, നീ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യ വ്യക്തികൾ ആര് നീ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്നോ, ആ കിട്ടാതെ പോകുന്നത് മുഴുവൻ നിനക്ക് തരാൻ വേണ്ടിയിട്ട് നീ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ എപ്പോഴും നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ആര് മറന്നാലും മറക്കേല, ഞാൻ തരും. അതുകൊണ്ട് ആര് മറന്നാലും മറക്കാതെ തരുന്ന എന്നിലേക്ക് നീ നോക്കണം. എന്തെന്നാൽ നീ എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു കാര്യം പറയാണ്.
നമ്മുടെ ഈ ഉള്ളം കൈയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മുഖത്തോട് അടുപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ അർത്ഥം എപ്പോഴും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ എന്തറിയോ, ഈ ഉള്ളം കൈക്കകത്ത് ഞാനൊരു സാധനം വെച്ച് അടച്ചെന്ന് വിചാരിക്കും. ഈ ഉള്ളം കൈക്കകത്ത് ഞാനൊരു സാധനം വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റിയാൽ. എടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എടുക്കാൻ പറ്റണമെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ബലവും ശക്തിയും കരുത്തുമുള്ള ഒരു വ്യക്തി ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നിട്ട് എൻ്റെ കൈവിരൽ ഓരോന്നും ബലമായി പിടിച്ച് അകത്തിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ആർക്ക്? എന്നേക്കാൾ കൂടുതൽ ബലവും ശക്തിയും കരുത്തുമുള്ളൊരു വ്യക്തിക്ക്, അല്ലേ? എന്നാൽ ഞാൻ ആരുടെ ഉള്ളം കൈക്കാത്ത? ഞാൻ കർത്താവിൻ്റെ ഉള്ളം കൈക്കാത്ത. എന്താ കർത്താവിൻ്റെ ഉള്ളം കൈയുടെ പ്രത്യേകത? കർത്താവിൻ്റെ ഉള്ളം കൈയുടെ പ്രത്യേകത ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാണ്. ആണോ അല്ലയോ? പറയും, ആണോ അല്ലയോ? അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിമാനായ കർത്താവിൻ്റെ ഉള്ളം കൈയിലാണ് ഞാനെന്ന് പറഞ്ഞാൽ, ഈ കർത്താവിൻ്റെ ഉള്ളം കൈക്കകത്തായിരിക്കുന്ന എന്നെ ഈ ലോകത്തിൽ ഒരു മനുഷ്യ വ്യക്തിക്കും തൊടാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും മനുഷ്യ വ്യക്തികള് കർത്താവിൻ്റെ ഉള്ളം കൈക്കകത്ത എന്നെ തൊട്ടാലോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന എന്നെ ഈ ലോകത്തിൻ്റെ സഹനങ്ങൾ, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, കളിയാക്കൽ, ദ്രോഹം മുഴുവൻ എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കാന്നായിരിക്കും. എന്ത് ചെയ്യുന്നറിയാം കർത്താവ്? എല്ലാ ഏറും കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് അല്ല, പിന്നെ എന്ത് ചെയ്യും? കർത്താവ് ഉണ്ടല്ലോ, ചുറ്റും ഏറ് വരുന്നതിനനുസരിച്ച് കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കർത്താവ് ഉയർത്തുന്നത് ചുറ്റും നിന്നും ഏറ് വരുന്നതിനനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എറിയുന്നത് നല്ലതാണോ അല്ലയോ? നല്ലതാണ്. ഹല്ലേലൂയ. എറിഞ്ഞാൽ ഏറെ നിനക്ക് കൊള്ളിയല, കർത്താവ് നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തുന്നതാണ് ഈ മറക്കാത്ത ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് എന്നെ കർത്താവ് ഒരിക്കലും അത്രമാത്രം സ്നേഹിക്കാൻ, ശ്രദ്ധിക്കാൻ, പരിഗണിക്കാൻ, അംഗീകരിക്കാൻ? എന്താ കാരണം? ആ കാരണമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം തിരുവചനം. യെശയ്യാ 43:4. എന്തെന്നാൽ നിന്നെ മറക്കാതെ ഞാൻ സ്നേഹിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? 3 കാരണങ്ങൾ 3 വാക്കിലൂടെ കർത്താവിന്റെ വചനം പറയുകയാണ്. ഒന്ന്, നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനായതുകൊണ്ട്. ഹല്ലേലൂയ. നീ മനസ്സിലാക്കണം, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ അപ്പൻ, അമ്മ ഒരു വിലയില്ല. നിന്നെന്തിനു കൊള്ളാം? നിനക്ക് സൗന്ദര്യമില്ല, അറിവില്ല, കഴിവില്ല, സമ്പത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിലയില്ലാത്തവനായി, വിലയില്ലാത്തവളായി മാറ്റി നിർത്തിയാൽ, എന്നെ അങ്ങനെ ചെയ്തല്ലോ, പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചാൽ നീ ദുഃഖിച്ച് വിഷമിച്ച് കഴിയല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടതറിയോ? നിന്നെ ഏറ്റവും വിലപ്പെട്ടവനായ ആര് കാണുന്നു? കർത്താവ് കാണുന്നു. നീ ഏറ്റവും വിലപ്പെട്ടവൻ. അടുത്ത വാക്ക് ബഹുമാന്യൻ, അടുത്ത വാക്ക് പ്രിയങ്കരൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ഏറ്റവും വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായി നിന്റെ കർത്താവ് നിന്നെ കാണുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്ക്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്ക്. നിന്നെ ഏറ്റവും വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായി നിന്നെ കാണുന്ന കർത്താവ്, ആ കർത്താവ് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. നീ അവിടത്തേക്ക് വിലപ്പെട്ടവനായതുകൊണ്ടോ, ബഹുമാന്യനായതുകൊണ്ടാണ്, പ്രിയങ്കരനായതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആരെല്ലാം മറന്നാലും ഞാൻ മറക്കല, നിന്നെ എന്റെ ഉള്ളം കയ്യിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവിന്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന എനിക്ക് വിലയുണ്ട്. കർത്താവിന്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന എന്നെ കർത്താവ് വിലപ്പെട്ടവനായി കാണുന്നു. അതാണ് എന്റെ കർത്താവിന്റെ സ്നേഹം. ഞാനത് വിശ്വസിക്കുന്നു. അധരം തുറന്ന് എല്ലാവരും വിളിച്ചോ ഈശോയേ, ആഗ്രഹത്തോടെ വിളിച്ചോ ഈശോയേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ. 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 നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 31 മുതലുള്ള തിരുവചനം. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവസ്നേഹം അനുഭവിച്ച്, ഏതെല്ലാം കഷ്ടതകളും ബുദ്ധിമുട്ടും വന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് ഞാൻ അകലെയല്ല. രാജാവ്, സൈന്യാധിപർ എല്ലാം ഈ ദാനിയേലിനെതിരായിട്ട് പ്രവർത്തിച്ചു. എന്നിട്ട് എന്തറിയോ? ദാനിയേൽ അപ്പോഴും കൈവിട്ടില്ല, ദൈവത്തിൻ്റെ കൈവിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ദാനിയേൽ പിന്മാറിയില്ല. ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ കൊണ്ടിട്ടു. 7 സിംഹങ്ങൾ കഴിയുന്ന കുഴി. 6 ദിവസമായിട്ട് ഈ ദാനിയേലിനെ കൊണ്ടിട്ടിരിക്കുക. അവിടെ വചനം സാക്ഷ്യപ്പെടുത്തിയാണ്, സാധാരണഗതിയിൽ
ഒരു സിംഹത്തിന് ഒരു ദിവസം 2 മനുഷ്യ ശരീരവും 2 മൃഗങ്ങളുടെ ശരീരവും കൊടുത്താൽ പോലും തികയല. അങ്ങനെയുള്ള 7 സിംഹങ്ങളെയാണ് ഈ കുഴിയിൽ കിടക്കുന്നത്. അവരുടെ കൂടെയാണ് ദാനിയേൽ കിടക്കുന്നത്. 6 ദിവസമായിട്ട് ഒരൊറ്റ സിംഹവും ഇവനെ തൊട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ തൊടാത്തതിന്റെ കാരണം? എന്താ തൊടാത്തതിന്റെ കാരണം? ദാനിയേൽ ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നവനെ ആർക്ക് തൊടാൻ പറ്റിയല്ല? സിംഹത്തിന് തൊടാൻ പറ്റിയല്ല. ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നവനെ ആർക്ക് തൊടാൻ പറ്റിയല്ല? ഏത് ഉപദ്രവിക്കുന്നവനും തൊടാൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴുണ്ടല്ലോ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയാണ്. ആര്? ദാനിയേൽ. അപ്പോൾ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഹബക്കൂക്ക് യൂദയായിൽ അവൻ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാനായിട്ട് ഭക്ഷണ പൊതിയുമായിട്ട് പോവുക. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്ന ഹബക്കൂക്കിനെ ദൈവം വിളിച്ചു പറഞ്ഞു, ഹബക്കൂക്ക്, നീ പാടത്തേക്കല്ല പോകേണ്ടത്, ഭക്ഷണ പൊതിയുമായിട്ട് ജോലിക്കാർക്ക് കൊടുക്കാനല്ല പോകേണ്ടത്. നീ ബാബിലോണിയിലെ സിംഹക്കുഴിയിൽ കഴിയുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്ക. ഉടനെ കേട്ട ഹബക്കൂക്ക് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ദാനിയേലിനെ എനിക്ക് അറിയത്തില്ല, ബാബിലോൺ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കും. നീ ഇതാ ഭക്ഷണപ്പൊതിയുമായിട്ട് നിന്നോ. എന്ത് ചെയ്യുന്നറിയോ? ഭക്ഷണപ്പൊതിയുമായിട്ട് നിൽക്കുന്ന ഹബക്കൂക്കിനെ ദൈവത്തിന്റെ ദൂതൻ അവന്റെ മുടിയിൽ പിടിച്ചിട്ട്, അടുത്ത വാക്ക് ഇങ്ങനെയാണോ? വായുവേഗത്തിൽ. ദൈവത്തിന്റെ ഏറ്റവും സ്പീഡ്, വായുവിന്റെ സ്പീഡ്, വായുവേഗത്തിൽ ഈ ഹബക്കൂക്കിനെ കൊണ്ട് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന്റെ സിംഹക്കുഴിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ ഹബക്കൂക്ക് വിളിച്ച്, ദാനിയേൽ, ദാനിയേൽ. ഇതാ ആ ഹബക്കൂക്കിൻ്റെ കൈകളിലുള്ള ഭക്ഷണപ്പൊതി സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിൻ്റെ നേർക്ക് അവർ നോക്കിയപ്പോൾ ആ സിംഹക്കുഴിയിലേക്ക് ഒരു കൈ നീണ്ടു വരികയാണ്. ആ കൈയുടെ അറ്റത്ത് ഭക്ഷണപ്പൊതിയാണ്. ഭക്ഷണപ്പൊതി ഈ ദാനിയേലിന് ഹബക്കൂക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദൈവം തന്നുവിട്ടതാണ്. എന്നിട്ട് ആ കൊടുത്തുവിട്ട ദൈവത്തിലേക്കും തൻ്റെ കൺമുമ്പിലുള്ള ഭക്ഷണപ്പൊതിയിലേക്കും നോക്കിയിട്ട് ദാനിയേൽ പറയുകയാണ്, ദൈവമേ, അങ്ങനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ആരെല്ലാം മറന്നാലും മറക്കാത്ത ദൈവം, ആ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കല. നിനക്ക് സ്നേഹമാണോ വേണ്ടത്? അംഗീകാരമാണോ വേണ്ടത്? പരിഗണനയാണോ വേണ്ടത്? നല്ല വാക്കാണോ വേണ്ടത്? നീ ഇത് ആരിൽ നിന്നെല്ലാം ആഗ്രഹിച്ചിട്ട് ആരെല്ലാം തരാതെ പോയോ, ആ തരാത്ത പോയ ഓരോ വ്യക്തിയുടെയും മുമ്പിൽ ദൈവം വന്ന് നിൽക്കും. ദൈവം അത് നിനക്ക് തരും. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സ്നേഹം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. ഈ ദൈവത്തിന്റെ സ്നേഹം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, സങ്കീർത്തനം 27:10. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, അപ്പനും അമ്മയും തന്നില്ലെങ്കിലും, അപ്പനും അമ്മയും പരിഗണിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കല. എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും. എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കും. എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കും. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ആവശ്യം മനസ്സിലാക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ പരിഗണിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൺമുമ്പിലുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. ആ ദൈവത്തിന്റെ സ്നേഹം എന്നിലെ എല്ലാ ദുഃഖങ്ങളെയും, നൊമ്പരങ്ങളെയും, വേദനകളെയും, ആകുലതകളെയും കഴുകി ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം, എനിക്ക് സ്വീകരിക്കണം, എനിക്ക് സ്വന്തമാക്കണം. എന്തെന്നാൽ അത് പുതിയതാണ്. ആഗ്രഹിച്ച് അതരം തുറന്ന് എല്ലാവരും വിളിച്ചോ, ഈശോയേ. ഓരോ വ്യക്തിയും ആഗ്രഹത്തോടെ, ദാഹത്തോടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ. ആ സ്നേഹം പുതിയതാണ്. ആ പുതിയ സ്നേഹം കൊണ്ട് എന്നെ കഴുകുന്നു, എന്നെ സുഖപ്പെടുത്തുന്നു, എന്നെ രക്ഷിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും വിളിക്കട്ടെ, ഈശോയേ. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്.